എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അനിഴം നക്ഷത്രം അല്ലേ? അനിഴം നക്ഷത്രത്തെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യം പറയാനുണ്ട്. നമുക്ക് ഏറ്റവും എല്ലാവർക്കും ഉള്ള ഒരു ആവശ്യമാണ് സാമ്പത്തികം തന്നെ അല്ലേ? സാമ്പത്തികം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ മാറി. അപ്പം അനിഴം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം? അതായത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, നിലവിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ജോലിക്ക് പോകാതെ സാമ്പത്തികം വരുമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല അനിഴം നക്ഷത്രക്കാർക്ക്. അപ്പം നമ്മൾ ജോലിക്ക് പോകുന്നതനുസരിച്ച് സാമ്പത്തിക നഷ്ടങ്ങൾ മാറി സാമ്പത്തിക ലാഭത്തിനുള്ള സൂക്തങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് സാമ്പത്തികം ഉണ്ടാകും അല്ലേ? അല്ലാതെ കുറേ വഴിപാടുകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജോലിക്ക് പോകാതെ പൈസ വരണമെന്ന് പറഞ്ഞിരിക്കുവാണെങ്കിൽ അത് നടക്കുന്ന കാര്യമില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പം നമ്മൾ നിലവിലെ അനിഴം നക്ഷത്രക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ സാമ്പത്തിക നഷ്ടം വരാതെ ജോലിയിൽ പുരോഗതി, അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ജോലിക്ക് നിൽക്കുവാണെങ്കിൽ വേറെ ജോലിയിലേക്കുള്ള ഓഫർ, നമ്മുടെ നല്ല വർക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താണ് അവിടുത്തെ മുതലാളിമാർ നമുക്ക് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ജോലി തരുന്ന, സാലറിയിലേക്ക് വർധനവുണ്ടാകുന്നു, നമുക്ക് സന്തോഷമായ അനുഭവങ്ങൾ കിട്ടുന്നു. ഒപ്പം തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനൊക്കെ ഉള്ള കഴിവുകൾ നമുക്കുണ്ടാകുന്നു. നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ സന്തോഷം, നമുക്ക് എപ്പോഴും സാമ്പത്തിക ലാഭങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിപാടിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം അല്ലേ? അപ്പോൾ അതിന് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അനിഴം നക്ഷത്രക്കാർ ചെയ്യേണ്ടത്, നിങ്ങളുടെ പക്കപ്പെരുന്നാൾ തോറും അടുത്തുള്ള ക്ഷേത്രത്തിൽ, അതിപ്പം ഏത് ക്ഷേത്രമായിക്കോട്ടെ, ആ ക്ഷേത്രത്തിൽ ഒരു ഭഗവതി സേവ നടത്തുക. ഭഗവതി സേവ നടത്തുന്നതിൻ്റെ കാരണം എന്താ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് പരമായിട്ടുള്ള ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ, പ്രാക്ക് ദോഷങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ, ആ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ് നമ്മൾ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തുന്നത്. അപ്പോൾ അടുത്ത് ദേവീ ക്ഷേത്രം തന്നെ നിർബന്ധമില്ല, ഏത് ക്ഷേത്രത്തിലും ഭഗവതി സേവ ചെയ്യും. അപ്പം നമ്മുടെ പക്കപ്പെരുന്നാൾ വരുന്ന ദിവസമായിരിക്കണം ഈ ഒരു ഭഗവതി സേവ ചെയ്യേണ്ടത്. അന്ന് തന്നെ വൈകുന്നേരം ഭഗവതി സേവയെ പങ്കെടുത്ത് പ്രസാദം മേടിച്ച് നമ്മുടെ ഗ്രഹത്തിൽ കൊണ്ടുവെക്കുന്നത് വളരെ അധികം ഉത്തമമാണ്. കാരണം അത് എഴുതി കൊടുത്തിട്ട് ജോലിക്ക് പോയാൽ പോരാ. കാരണം അതിൽ പങ്കെടുത്ത് നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിലുള്ളത്, ആ ഒരു പ്രശ്നങ്ങളെ പ്രാർത്ഥിച്ച് വേണം എന്ത് ചെയ്യണം, ഭഗവതി സേവ തിരുമേനി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദുരിതങ്ങളെല്ലാം ദേവിയോട് പ്രാർത്ഥിച്ച് പ്രശ്നങ്ങളെല്ലാം മാറണമെന്ന് പറഞ്ഞ് ദക്ഷിണ കൊടുത്ത് ആ ഒരു പ്രസാദം മേടിച്ച് നമ്മുടെ ഗ്രഹത്തിൽ കൊണ്ടുപോകണം. അതാണ് ഞാൻ പറഞ്ഞത്. അത് നടക്കുന്ന സമയത്ത് തിരുമേനി എത്ര മണിക്കാണ് വൈകുന്നേരം ഭഗവതി സേവ ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു സമയമനുസരിച്ച് കുടുംബസമേതം അനിഴം നക്ഷത്രക്കാർ അവിടെ ചെല്ലുക. ആ ഒരു ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണോ അത് കണ്ടു തൊഴുത് ആ ഒരു പ്രസാദം മേടിച്ച് നമ്മുടെ ഗ്രഹത്തിൽ കൊണ്ടുവെക്കണം. എങ്കിൽ മാത്രമേ ഇനി പൂർണ്ണമായിട്ടുള്ള ഫലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ചീട്ട് എഴുതി കൊടുത്തിട്ട് തിരുമേനി അത് ചെയ്യും, എൻ്റെ പ്രശ്നം മാറും എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. നമ്മളവത്തിൽ പങ്കെടുത്ത് നമ്മുടെ പ്രശ്നങ്ങൾ ദേവിയോട് പറയണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് പക്കപ്പെരുന്നാൾ തോറും മാസം അനിഴം നക്ഷത്രക്കാർ ഭഗവതി സേവയും ഗണപതി ഹോമവും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കുണ്ടാകുന്ന വിഘ്നങ്ങൾ, തടസ്സങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, ഇതിനൊക്കെ ഒരു പരിഹാരം പൂർവാധികമായിട്ട് മാറിക്കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ ജാതകത്തിലെ നവഗ്രഹങ്ങളുള്ള ദോഷങ്ങളും ഈ ഭഗവതി സേവയിൽ മാറ്റുന്നു. ഒപ്പം തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി 9 വലത്തിട്ട് നവഗ്രഹ അർച്ചനയും ചെയ്യുന്നത് അനിഴം നക്ഷത്രക്കാർക്ക് ഉള്ള ദോഷങ്ങൾ മാറിപ്പോകുന്നതായിരിക്കും. ഒപ്പം തന്നെ ജാതകത്തിലെ ദോഷങ്ങൾ മാറി ഭാഗ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് അനുഭവിക്കാനുള്ള ഗുണങ്ങൾ നമുക്ക് ഒത്തിരിയധികം ഈ ഒരു വഴിപാടുകൾ കൊണ്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ജോലിയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും, വീട് പണികളൊക്കെ നടക്കും, വാഹനങ്ങൾ മേടിക്കാനുള്ള സൗഭാഗ്യങ്ങൾ വരും. വിദേശത്തൊക്കെ പോകുന്ന അനിഴം നക്ഷത്രക്കാർക്കാണെങ്കിൽ അവർക്ക് നിലവിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ ശത്രുദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ, പ്രാക്ക് ദോഷങ്ങൾ, അങ്ങനെ മറ്റുള്ള നെഗറ്റീവായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഈ ഒരു ഭഗവതി സേവി നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹം ഇരിക്കുന്ന സ്ഥലത്ത് 9 വലത്ത് വെച്ച് നവഗ്രഹ അർച്ചന ചെയ്യുക. അത് ഒന്നെങ്കിൽ ആഴ്ച ചെയ്യുക, മാസം ചെയ്യുന്നവർ മാസം ചെയ്യുക. അപ്പം അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ അനിഴം നക്ഷത്രക്കാർ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഈ ഭഗവതി സേവ മാസത്തിൽ ഒരു 7 മാസം തുടരെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മാസം അനിഴം നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അപ്പം ജീവിത വിജയത്തിനും ഐശ്വര്യത്തിനും സമ്പത്തിന് വർധനയ്ക്കും വേണ്ടിയാണ് ഭഗവതി സേവ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാം അനിഴം നക്ഷത്രക്കാർക്ക് എത്തിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. നമസ്കാരം.